കല്യാണം, ബർത്ത്ഡേ പാർട്ടി, ഫെസ്റ്റിവൽ, സ്കൂൾ സെലിബ്രേഷൻസ്, കോളേജ് സെലിബ്രേഷൻസ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തരം ഫംഗ്ഷനും മുന്നേ ചെയ്യാൻ പറ്റുന്ന സ്കിൻ അടിപൊളിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഇത്രയും അടിപൊളിയായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വൈ? ബിക്കോസ് കുറേ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ഇത് ഓർത്ത് ചെയ്ത് തന്നെ നമ്മൾ ടയേർഡാവും. ഒട്ടും തന്നെ ടയേർഡാവാതെ വെറും 2-3 സ്റ്റെപ്സ് മാത്രമുള്ള ഒരു സൂപ്പർ സ്കിൻ ബ്രൈറ്റനിങ് റുട്ടീനാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ഫംഗ്ഷൻ അത് തൊട്ട് മുന്നേ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുക, ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഓരോ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മാറ്റി മാറ്റി യൂസ് ആക്കേണ്ടത് എന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വെറും 3 സ്റ്റെപ്സ് മാത്രമാണുള്ളത് ഈ ഒരു ഫേഷ്യൽ റുട്ടീൻ ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ അങ്ങനെ സ്ക്രബിങ് വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഫസ്റ്റ് ഒരു ക്ലെൻസിങ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഇനി ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ പാൽ യൂസ് ചെയ്യേണ്ട, അലോവേര ജെൽ ഉണ്ടല്ലോ അതെടുത്താൽ മതി. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഒപ്പം ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല ഒരു ക്ലെൻസറായിട്ട് അത് വർക്ക് ചെയ്യും. അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ബ്രൈറ്റനിങ് സ്കിൻ തരും. ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും, പിന്നെ നമുക്കൊരു ഡള്ളായിട്ടുള്ള ഫേസ് ഉണ്ടാവത്തില്ലേ, പൊടി അഴുക്ക് ഒക്കെ പറ്റി പിടിച്ചിട്ടൊരു ഡൾനെസ് ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പാലും കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഒരല്പം പാലെടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ പാല് വേണ്ടെന്നാണെങ്കിൽ 1 സ്പൂൺ പാലെടുത്തിട്ട് 2 സ്പൂൺ വെള്ളം ചേർക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പഞ്ഞി ഇങ്ങനെ മുക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പോർസിനിടയിൽ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്ക്, പൊടി ഇതൊക്കെ മാറാനും സ്കിന്നിൽ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സഹായിക്കും. വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആൻഡ് സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ മൂക്കിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു സ്ക്രബിങ് മസാജ് കൊടുക്കുക. ഇനി അതിലൊന്നും പോവാത്തതാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് ഒരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ നിങ്ങളൊന്ന് യൂസ് ആക്കുക. മുന്നേ തന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഹോം റെമഡീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനലിൽ ഓൾറെഡി ഉണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ നമുക്കൊരു നോസ് സ്ട്രിപ്പും കൂടെ ഇന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു പാക്ക് പ്രിപ്പയർ ചെയ്യാം. പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡർ തന്നെയാണ്. കോഫി പൗഡർ എടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കോഫി സെറ്റാവില്ല എന്ന് ചില കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണെങ്കിൽ നേരത്തെ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ചെയ്തൊരു ഫേഷ്യലിൽ തന്നെ നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ടേമറിക് വെച്ചിട്ടാണ്, അതായത് മഞ്ഞളാണ് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. കോഫി സെറ്റാവാത്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞളും സെറ്റാവാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഒരു റൈസ് ഫ്ലോർ, മിൽക്കൊക്കെ മാത്രമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട്, തൈരൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ സട്ടിലായിട്ട് ഡ്രൈ സ്കിൻകാർക്കൊക്കെ പറ്റിയ രീതിയിൽ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൻ്റെ സ്കിൻ കെയർ ടിപ്സിൻ്റെ ആ ഫേഷ്യൽസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. സോ ഡീറ്റെയിൽ എല്ലാം അതിലുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി എടുത്തു, പിന്നെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. കോഫി പൗഡർ എന്തിനാണ് മെയിനായിട്ട് യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഇൻസ്റ്റൻ്റായിട്ട് നല്ല ഒരു ബ്രൈറ്റ്നസ് തരും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ കുറേ സമയമെടുത്ത് സ്കിന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനുള്ള സമയം ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായും നമുക്കിതുപോലെ കോഫി പൗഡർ യൂസ് ചെയ്യാം. പെട്ടെന്ന് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. സൺ ടാനും ഡൾനെസ്സും പിഗ്മെൻറ്റേഷനും മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു അരിപ്പൊടി യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കൂടിയാണല്ലോ നന്നായിട്ട് മിക്സ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നതാണ്. പക്ഷേ ഈ ഒരു പാക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയരുത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉറപ്പായും വെച്ചിരിക്കുക. എന്നാൽ മാത്രമായിരിക്കും നല്ല രീതിയിലൊരു മാറ്റം പറയാനായിട്ട് പറ്റുള്ളൂ. പാക്ക് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാരൊക്കെ അത് ചേർത്ത് ആഡ് ചെയ്ത് മിക്സ് ആക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ തൈരിന് പകരമായിട്ട് അലോവേര ജെല്ല് യൂസ് ആക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പാല് തൈരൊന്നും സെറ്റ് ആവില്ല എന്നാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അലോവേര ജെല്ല് യൂസ് ആക്കുക. അല്ലെങ്കിൽ തക്കാളിയുടെ നീരുണ്ടല്ലോ അത് യൂസ് ചെയ്താലും മതി. ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ബാക്കി നിങ്ങൾക്ക് റോസ് വാട്ടറോ പച്ചവെള്ളമോ ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. കുറേ നല്ല ലിക്വിഡായിട്ടുള്ള നമുക്ക്
ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണമല്ലോ ആ ഒരു ടൈമിൽ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ക്ലെൻസിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഓയിലി സ്കിൻകാരോ 1-2 ഡ്രോപ്പ് മാത്രം അലോവേര ജെല്ലിനൊപ്പം പാല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും എന്നാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു പാല് യൂസ് ചെയ്യുമ്പോൾ ഈ ഡീപ്പായിട്ട് ഓപ്പൺ പോർസിനകത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ള മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ, പൗഡർ ആയാലും ക്രീം ആയാലും സൺസ്ക്രീൻ ആയാലും ഏതെങ്കിലും ഒന്ന് ആരെങ്കിലുമൊക്കെ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഹാംഫുൾ അല്ലാതെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പാലൊരു അല്പമെങ്കിലും 1-2 ഡ്രോപ്പെങ്കിലും പറ്റും എന്നുള്ളവരാണെങ്കിൽ, ഓയിലി സ്കിൻകാരാണെങ്കിലും യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യൂസ് ആക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു സ്കിൻ കെയർ റുട്ടീൻ, പാമ്പറിങ് റുട്ടീനൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് യൂസ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യാനായിട്ട് താല്പര്യമില്ല, പറ്റില്ല എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു ഫേസ് പാക്ക്. ഈവനായിട്ട് നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ചെറിയൊരു തിക്ക് ലെയറിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. സോ ആവശ്യം പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വാരി തേക്കണം എന്നല്ല, എന്നാലും ഇനഫ് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്താൽ മാത്രമായിരിക്കും ഇത് 15 മിനിറ്റ് വരെ ഡ്രൈ ആകാതെ ഇരിക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാക്ക് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും ഡ്രൈ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് നമുക്ക് വിചാരിച്ച ഗുണം തരില്ല. അതുകൊണ്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. മാക്സിമം ഒരു 15 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് നല്ല ഒരു മാറ്റം അറിയാനായിട്ട് പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ട്, സൂപ്പറായിട്ട് വർക്ക് ആവുന്നതായിട്ട് തോന്നിയാൽ ഈ ഒരു ഇട ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിത് എപ്പോഴാണോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പാല് വെച്ചിട്ടുള്ള ക്ലെൻസിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ച് 15 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് സെമി ഡ്രൈ ആവും. ആ ഒരു സമയത്ത് വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് മുഖം ചെറിയൊരു സ്ക്രബിങ് മസാജ് കൊടുത്ത് വാഷ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ടുണ്ടാവും. അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരുപാട് ഉരയ്ക്കരുത്. പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ ഒട്ടും ഉരയ്ക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒരു സർക്കുലർ മോഷനിൽ പതിയെ ഫിംഗർ ടിപ്സ് വെച്ച് മാത്രം ഒരു മസാജ് കൊടുക്കുക. അതിനുശേഷം വെള്ളം നിറയെ തളിച്ചു കൊടുത്തിട്ട് മുഖത്തുനിന്ന് പാക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുക. ജസ്റ്റ് പാഡ് ഡ്രൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് റെഡ്നെസ്സും പിഗ്മെൻറ്റേഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ആ ഒരു സ്കിൻ പ്രോബ്ലത്തിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്നെ കാം ആക്കുന്ന, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന, നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിന് വേണ്ടിയിട്ട്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് വെച്ച് ചെറിയൊരു മസാജ് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയം ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. കാര്യം സൺസ്ക്രീൻ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരുന്നതിലുപരി നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ആകാനായിട്ട് സഹായിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ വെയിലിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഈ പൊടിയൊക്കെ പെട്ടെന്ന് പറ്റി നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങുന്നതിന് പകരം ഒരു ബാരിയറായിട്ട് സൺസ്ക്രീൻ വർക്ക് ആവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടെന്ന്. ഇത് ടെമ്പററി ആണ്, ആദ്യമേ തന്നെ ഞാൻ പറയാം. ഇത് ഒരിക്കലും അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുമെന്നോ ഇനി ഒരിക്കലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരില്ല അങ്ങനെയൊന്നുമല്ല. ഇത് ജസ്റ്റ് പറഞ്ഞാൽ ഒരു ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ബട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു നോസ് സ്ട്രിപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാറ്റമുണ്ട്. നമുക്ക് ഈ ഒരു തരിയായിട്ടുള്ള ഭയങ്കര വലുതായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷൻ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ കൈ മൂക്കിൽ തൊടുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിലേ നല്ല രീതിയിൽ നമുക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ആവില്ലേ? വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഫീൽ ആകുള്ളൂ. അങ്ങനെ എന്നെപ്പോലെ ഫീൽ ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കല്യാണമോ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്. എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒരു വലിയ പ്രോബ്ലമായിട്ട് ഉണ്ടാവാറില്ല. കാരണം ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട്. ബട്ട് ചില സമയത്ത് നമുക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുളിക്കാനൊന്നും പറ്റാണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മെയിനായിട്ട് നമ്മൾ ഫേസ് പാക്സ് ഒന്നും യൂസ് ആക്കുന്നില്ല എന്നാണെങ്കിൽ എനിക്കിങ്ങനെ വരാറുണ്ട്.
സൺസ്ക്രീനോ ഫേസ് പാക്സോ കണ്ടിന്യൂസ് യൂസ് ആക്കുന്നില്ല എന്നാണെങ്കിൽ എനിക്കിങ്ങനെ വരാറുണ്ട്. സോ ആ ഒരു ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് മാറി വരാനായിട്ട് ടൈം എടുക്കില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ വേണം എന്നാണെങ്കിൽ ഇതുപോലത്തെ നോസ് സ്ട്രിപ്സ് യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല കേട്ടോ, പല തരത്തിൽ കുറേ ബ്രാൻഡ്സിൻ്റെത് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക. ഞാനിത് മേടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വർക്കായി. ഇൻസ്റ്റൻറ്റ് സൊല്യൂഷനാണ്, ഒരിക്കലും ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരില്ല. സോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. സോ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് വേണം എന്നാണെങ്കിൽ ഇടയ്ക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒന്ന് മേടിച്ച് വെക്കുന്നത് ഓക്കെ ആയിരിക്കും. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.